പ്രോഗ്രാമിലൂടെ എല്ലാ ആഴ്ചകളിലും എന്തെങ്കിലും നല്ല നല്ല പുതുമകൾ നൽകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. എന്തായാലും ഈ ആഴ്ചയും അങ്ങനെ ഒരു എപ്പിസോഡുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നമ്മുടെ തൊടുപുഴയിലുള്ള ഒരു ക്ഷീര ഫാം, നമ്മുടെ ഒരു ഡയറി ഫാമിലാണ് നമ്മൾ ഈ പ്രാവശ്യം പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അത് എനിക്ക് അവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 ലക്ഷം രൂപ വില വരുന്ന ഒരു വിത്തുകാളയുണ്ട്. ഒപ്പം തന്നെ ജാഫ്രാബാദി എന്ന് പറയുന്ന 1 ലക്ഷം രൂപയോളം വില വരുന്ന എരുമകളും അവിടെയുണ്ട്. അപ്പോൾ അവരുടെ ഒരു നല്ല സെറ്റപ്പായിട്ടുള്ള ഒരു ഫാമാണ്. നമ്മൾ അവിടെ ആണ് ഈ ആഴ്ചത്തെ പ്രോഗ്രാം ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മകരക്കൊയ്ത്തിൻ്റെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മകരക്കൊയ്ത്തിലൂടെ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് കരിമണ്ണൂരുകാരൻ ജോസ് എന്നൊരു കർഷകനാണ്. അദ്ദേഹം ഒരു ക്ഷീര കർഷകനാണ്. ഏകദേശം 10-25ഓളം പശുക്കൾ അദ്ദേഹത്തിൻ്റെ ഫാമിലുണ്ട്. വളരെ ഹൈടെക്കായ രീതിയിലാണ് അദ്ദേഹം ഈ ഫാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ഈ ക്ഷീരകൃഷിയെ പറ്റിയിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നത്. എനിക്ക് ഇതും അതുപോലെ തന്നെ ഒരുപാട് പ്രേക്ഷകർ ക്ഷീരകൃഷിയുടെ പുതിയ തലങ്ങളെ പറ്റിയിട്ടും അവരുടെ ഫീഡുകളെ പറ്റിയിട്ടും കന്നുകാലികൾ കൊടുക്കേണ്ട ഫീഡുകളെ പറ്റിയിട്ടും ഒക്കെ നമ്മളോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ചേട്ടനിൽ നിന്ന് ചോദിച്ച് നമുക്ക് അറിയാം. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണ് നല്ല ഇനങ്ങൾ എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആദ്യമായിട്ട് ചേട്ടൻ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം. താങ്ക് യു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് കൊണ്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ ഫാം തുടങ്ങാനുള്ള ഒരു സാഹചര്യം അതിനെ പറ്റിയിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഫാം തുടങ്ങുക എന്ന് പറയുന്നത് ഇതിൽ നേരത്തെ തൊട്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. കാർഷിക മേഖലയിൽ കാലി വളർത്തുന്നതിനോട് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. പാരമ്പര്യമായിട്ട് കുടുംബപരമായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഇത് മോശമില്ല എന്ന് തോന്നിയതുകൊണ്ട് ഈ ഫീൽഡിലേക്ക് നല്ല വരുമാനമുള്ള മാർഗമായതുകൊണ്ടാണ്. ആദ്യകാലങ്ങൾക്ക് ലാഭകരമായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. എങ്ങനെയായാലും നെറ്റ് നമുക്കൊരു മാസം 10,50,000-60,000 രൂപ കിട്ടുമായിരുന്നു. ഇപ്പോഴതില്ല. ഇപ്പൊ എന്താ അങ്ങനെ സംഭവിക്കുകയാണോ? ഇപ്പൊ പാലിന്റെ വില കൂടുതൽ കുറവ്, കാലിത്തീറ്റയ്ക്ക് വില ഇരട്ടിയിലായി അടുപ്പിക്കും. നമ്മുടെ ഒരു കോസ്റ്റ് കൂടിയല്ലേ? കോസ്റ്റ് കൂടി ചിലവ് കൂടി, പിന്നെ കൂലിച്ചെലവും കൂടി. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ലാഭകരമല്ല, നമുക്കിവിടെ പിടിച്ചു നിൽക്കാത്ത അവസ്ഥ. പിന്നെ നമുക്ക് സ്ഥലങ്ങളുണ്ട്, വേറെ ആദായം ഉള്ളത് കൊണ്ട് ഓടിച്ചുകൊണ്ട് പോകുന്നു. കരിങ്കുന്നംകാരൻ ജോസ് ചേട്ടൻ തൻ്റെ 17ാം വയസ്സിൽ ആരംഭിച്ചതാണ് ഈ ക്ഷീരപരിപാലനം. 60ാമത്തെ വയസ്സിലും അതേ ചുറുചുറുക്കോടെ അദ്ദേഹം ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഏറെ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഡയറി ഫാമിംഗ്. പാലിനും പാലുൽപ്പന്നങ്ങൾക്കും ദിനംപ്രതി ആവശ്യക്കാർ ഏറി വരുന്നു. വലിയ മുതൽ മുടക്കുകളൊന്നുമില്ലാതെ എങ്ങനെ ചെറിയ രീതിയിൽ ഒരു ഡയറി ഫാം സംരക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയുവാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും ഇങ്ങനെ ഫാം നടത്തുമ്പോൾ നമ്മൾ ഏത് ഇനങ്ങളെയാണ് നമുക്ക് പരിരക്ഷിക്കാൻ പറ്റുന്നത്? ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ജേഴ്സി, HF ഈ ഇനങ്ങളാണ് നമുക്ക് ക്ഷീര പാൽ സംബന്ധമായ രീതിയിൽ മെച്ചമതേ ഉള്ളൂ. മറ്റേണെങ്കിൽ പിന്നെ സുനന്ദിനി ഉണ്ടെങ്കിൽ അതിന് പാലുണ്ട്, ചെന പിടിക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ ബ്രൗൺ പശുക്കളുണ്ട്, അതിനും ചെന പിടിക്കാൻ ബുദ്ധിമുട്ട്. ഈ ഇനങ്ങൾക്കാണ് ചെനയിൽ പിടിക്കാൻ ബുദ്ധിമുട്ടില്ല. നമ്മളൊരു വ്യാവസായികമായിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഇതായിരിക്കും. ജേഴ്സി ജേഴ്സിക്കാണ് ഈ പാലിന് കൊഴുപ്പ് കൂടുതലുണ്ട്. HFനാണ് ആ പാലിന് അളവ് കൂടുതൽ. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ശരിയായിട്ട് വരും. വിലയിൽ അപ്പം വ്യത്യാസം വരും. അങ്ങനെ വരും. പാല് കൂടുതൽ, വില പാക്റ്റ് കൂടുതലുണ്ടെങ്കിൽ വിലയിൽ കൂടുതലുണ്ട്. ഇപ്പം നമുക്കിവിടെ ശരാശരി ഒരു ദിവസം എത്ര ലിറ്റർ പാലുണ്ട്? ഇപ്പം ശരാശരി നിലവിൽ 130-140 ലിറ്റർ പാല് ഒരു ദിവസത്തെ കറവ ഒരു ദിവസത്താണ്. ഇപ്പം നമ്മളിപ്പം HF ഉണ്ട്, ജേഴ്സി ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് പ്രധാനമായിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ട ഫീഡ് എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ കേരള ഫീഡായിരുന്നു കാലിത്തീറ്റ കൊടുത്തോണ്ട്, ഗവൺമെൻറ്റിൻ്റെ. അത് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഒത്തിരി കംപ്ലൈൻറ്റുകളായിരുന്നു. ഒത്തിരി കന്നാലിക്ക് കംപ്ലൈൻറ്റ് വന്ന് വയറമ്പീര് പല ബുദ്ധിമുട്ടുകളുമാണ്, വയറിളക്കം. ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ ശാന്തിയുടെ ഒരു കാലിത്തീറ്റ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഒരു വർഷമായി അത് തുടങ്ങിയിട്ട്. ഗോദ്രേജ് ആർന്ന് കൊടുത്തുകൊണ്ടിരുന്നത്, ഗോദ്രേജിൽ നിന്ന് ശാന്തിയിലേക്ക് മാറി. ഗോദ്രേജിന് വില കൂടിപ്പോയി, ഭഗവാൻ അന്യായ വില. അപ്പം നമുക്ക് മുതലിക്കില്ല. അതുകൊണ്ട് ശാന്തി കാലിത്തീറ്റ. ആ കാലിത്തീറ്റ കൊടുത്താൽ ചോളത്തവിട്, സോയാബീൻ്റെ തവിട്, പിന്നെ പരുത്തിപ്പിണ്ണാക്ക്, ഈ 4 കൂട്ടങ്ങൾ കൂട്ടിയാണ് കന്നുകാലിക്ക് കൊടുക്കുന്നത്. രാവിലെ അതിൻ്റെ അളവുകൾ എങ്ങനെയാണ്? അത് കറവ കൂടിയത് ഒരു 10 ലിറ്റർ പാലുള്ള പശുവിനാണ് ഒരു ദിവസം ഒരു 10 ലിറ്റർ എന്ന് പറയുന്നത് രാവിലത്തെ കറവ. അങ്ങനെയുള്ളൊരു പശുവിനാണെങ്കിൽ നമ്മളൊരു 8 കിലോ കുടിയും കൊടുക്കും. 8 കിലോ എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും ഒരു ദിവസം 8 കിലോ കുടി കൊടുക്കും. ഇത്തരം സാധനങ്ങൾ സമ്മിശ്രം കൂട്ടി കുഴച്ചേ കൊടുക്കുന്നു. 8 കിലോയോളം ഫീഡ് ഒരു നല്ല കറവയുള്ള കറവ
അത് 8-10 ആകും കേട്ടോ. കറ കൂടുന്ന 10-12 ഉണ്ട്, ഇതിനകത്ത് 15 ഉണ്ട്. അതിനൊരു 12 കിലോയൊക്കെ കൊടുക്കും. 12 കിലോ. വേറെ എന്തൊക്കെ പുല്ല് ഉണ്ട്? പുല്ല് CO3 പുല്ലുണ്ട്. CO3 പുല്ല്. CO3 പുല്ല് പുൽകൃഷിയുണ്ട്. അതിന്റെ അളവ് എങ്ങനെ? അതെങ്ങനെ കൊടുക്കുന്നത് അതിന്? അതൊരു പശുവിന് ഒരു 25 കിലോ ഉള്ള പുല്ല്. 25 കിലോയാണ് പുല്ല് ഒരു ദിവസം. ഉച്ചയോടും 2 നേരമായോ 3 നേരമായിട്ടോ? അത് ഉച്ചയോടുകൂടി പുല്ലിന്റെ പണികളെല്ലാം തീരും. അങ്ങനെ ചെയ്യുന്ന അതെന്തുകൊണ്ടാ? പിന്നീട് കിടന്ന് പശു അയറാനുള്ള സമയം നമ്മൾ കൊടുക്കണം. പിന്നെ അവർക്കൊരു വിശ്രമം കൊടുക്കണം. എപ്പോഴും പുല്ല് നിന്നുകൊണ്ട് അയറാനൊക്കെ ഇല്ല. അയരെങ്കിലേ പാൽ ഉൽപ്പാദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ പശു നമുക്ക് ഉച്ചവരെ തീറ്റ കൊടുത്തു, ഈ പുല്ലോ വൈക്കോലോ കൊടുത്തു കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാൽ ഈ നമ്മൾ കാലിത്തീറ്റ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ പശുക്കളെല്ലാം കിടന്ന് അയറിക്കുള്ളൂ. ഇതിപ്പോൾ എല്ലാം കിടക്കണമല്ലോ, എല്ലാം കിടന്നില്ലേ. ഇനി അവർ കിടന്നിട്ടുണ്ട്, എല്ലാവരും കിടന്ന് അയറുക. അയറെങ്കിലേ പാലുണ്ടാവുള്ളൂ. അതിന് പിന്നീട് വൈക്കോല് കൊടുക്കുമെന്ന് പറഞ്ഞു അല്ലേ? വൈക്കോലും കൊടുക്കും. വൈക്കോല് ഇതിനിടയ്ക്ക് ചുമ്മാതെ കൊടുക്കുമോ അതോ? ഇല്ല, അത് ഈ പുല്ല് കൊടുക്കണം. പുല്ല് കൊടുക്കാനില്ലെങ്കിലേ വൈക്കോല് കൊടുക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഈ പാലുൽപാദനത്തെ വൈക്കോല് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? എൻ്റെ അനുഭവത്തിൽ കുറവില്ല. എൻ്റെ അനുഭവത്തിൽ പലരും കുറയുമെന്ന് പറഞ്ഞു. പക്ഷെ നാട്ടിലെ വൈക്കോലാണ് ഈ കുറവാണ്. നമ്മുടെ ഈ കൊണ്ടുവരുന്ന വൈക്കോൽ, പാലക്കാടൻ വൈക്കോൽ അധികം കൊണ്ട് അതിന് കുറവില്ല. അതാണെങ്കിൽ ഉൽപാദനത്തിൽ കുറവ് വരില്ല. വ്യാവസായിക അടിസ്ഥാനത്തിൽ ക്ഷീരകൃഷിക്ക് ഏറ്റവും പറ്റിയത് HF പശുക്കളാണ്. നമ്മുടെ നാടൻ പശുക്കളെ അപേക്ഷിച്ച് ഇവയുടെ പാലിന് വലിയ ഔഷധ ഗുണങ്ങളില്ലെങ്കിലും ഇന്ന് ഫാമുകളിൽ നിറയെ ഉള്ളത് വിദേശ ബ്രീഡായ HF ഇനങ്ങളാണ്. പാൽ ഉൽപാദനത്തിലെ വർധനവാണ് ഇവയെ കൂടുതലായും കർഷകർ സംരക്ഷിക്കുന്നതിനുള്ള കാരണം. സമയാസമയങ്ങളിലുള്ള ഫീഡിംഗ്, ഫാമും പരിസരവും വൃത്തിയായി സംരക്ഷിക്കുക, കൃത്യസമയങ്ങളിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തുക, ഗർഭാവസ്ഥയിൽ പശുക്കളെ പ്രത്യേകം പരിചരിക്കുക, ദിവസത്തിൽ 2 തവണയെങ്കിലും ഇവയെ കുളിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്ഷീരകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകങ്ങളാണ്. ജോസ് ചേട്ടന് മറ്റൊരു അഭിപ്രായമുള്ളത് ഒരു കൂട്ടിൽ ഒരു വിത്ത് കാളയെങ്കിലും സംരക്ഷിക്കുക എന്നതും കൂടിയാണ്. അങ്ങനെ ഇവിടെ ഒരു പ്രധാന അതിഥിയുണ്ട്. HFന്റെ തന്നെ ഇനത്തിൽപ്പെട്ട വിത്തുകാള. 2.5 വയസ്സാണ് ഇവന്റെ പ്രായം. ഇപ്പോൾ ഏകദേശം 3 ലക്ഷം രൂപയോളം ഇവന് വിലയുണ്ട്. 1500 കിലോയോളം തൂക്കമുള്ള ഈ വിത്തുകാള നല്ല എണ്ണക്കറുപ്പ് നിറത്തിൽ ഈ ഫാമിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ ഈ കൂട്ടിൽ 2 വിശിഷ്ടാതിഥികളുണ്ടെന്ന് പറഞ്ഞാൽ ഒരാളാണ് ഇത്. നമ്മളിപ്പോൾ ഇതിൻ്റെ അടുത്ത് എനിക്ക് നിൽക്കാൻ ചെറിയ പേടിയൊന്നും വേണ്ട. എന്നാലും നമ്മുടെ ചേട്ടൻ ധൈര്യത്തിന് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞാൻ നിന്ന് ഇവനെ കുറിച്ച്. ചേട്ടാ, നമ്മുടെ ഒരു സ്പെഷ്യൽ അതിഥിയാണ് ഇവൻ അല്ലേ? ഇവന്റെ എണ്ണം ഏതാണ്? ഇവൻ HFന്റെ 103 എന്ന് പറഞ്ഞത്. HFന്റെ 103. അപ്പോൾ ഇവന് പിന്നെ വളരെ ശാന്തനാണല്ലേ? അത്ര ശാന്തനല്ല. ശാന്തനമാണ്. നമ്മൾ ഇവനെ പിന്നെ എവിടുന്ന കൊണ്ടുവരുന്നത്? ഇതിന് തമിഴ്നാട്ടിൽ നിന്ന്. എന്തായാലും ഈ അധിക സമയം നമുക്ക് ഇവനെ ഇങ്ങനെ പുറത്തു നിർത്താൻ പറ്റില്ല. കാരണം ഇതിന് കൂടുകളിലാണ് കൂടുതലായിട്ടും അല്ലേ? അവൻ്റെ കാലിന് ചരലിനകത്ത് അവൻ്റെ കാലധികം ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവനെ തിരിച്ച് കൂട്ടിലേക്ക് തന്നെ കയറ്റേണ്ടതുണ്ട്. ഇവന്റെ എങ്ങനെയാണ് ഇവന്റെ ഭക്ഷണ രീതി, എന്തൊക്കെയാണ് ഇവന്റെ ഒരു പ്രത്യേകതകൾ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറിയിരുന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം. തമിഴ്നാട്ടിലെ ഒരു ഡയറി ഫാമിൽ നിന്നാണ് ഈ വിത്തുകാളയുടെ അമ്മ പശുവിനെ ഇവിടെ എത്തിക്കുന്നത്. ഫാമിലെത്തിയ നാൾ മുതൽ ഇവയുടെ പ്രത്യേകത ഈ കർഷകനെ ആകർഷിച്ചു. പാലുൽപാദനത്തിലെ കൂടുതലും വളർച്ചയുമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചത് മൂലമാണ് കൂട്ടിലുണ്ടായ മൂരിക്കിടാവിനെ വളർത്തുവാൻ ജോസ് ചേട്ടൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഈ കാളക്കുട്ടൻ ഇവിടെ വളരുന്നത്. ഏകദേശം 5.5 അടി ഉയരം, കുറുകിയ കൊമ്പുകൾ, ഒരു 10 അടി നീളം, കരുത്തുള്ള കൈകാലുകൾ, വീതിയേറിയ കുളമ്പ്, ഉയർന്ന നെറ്റിത്തടം, കൊഴുപ്പ് ഉരുണ്ടുകൂടിയ പുറംഭാഗം, നല്ല എണ്ണക്കറുപ്പ് നിറം. ഇതൊക്കെയാണ് ഈ വിത്തുകാളയുടെ പ്രത്യേകത. HFന്റെ 103 എന്ന് പറയുന്ന വെറൈറ്റി. HFന്റെ 103. അതിനെ പറ്റിയിട്ടൊന്ന് പറയാം, അതെന്താണെന്നുള്ളത്. അത് വെച്ചാൽ നല്ല 103 ഇതിന്റെ തള്ളയ്ക്കാണെങ്കിൽ ഒരു ദിവസം 35 ലിറ്റർ പാല് കിട്ടും. 35 ലിറ്റർ ഒരു ദിവസം കേട്ടോ, ഒരു നേരത്തെ അല്ല, ഒരു ദിവസം 35 ലിറ്റർ പാല് കിട്ടും. നല്ല വളർച്ചയുള്ള ഇനങ്ങളാണ്.
പിന്നെ എല്ലാം കൊണ്ടും മെച്ചമാണത്. മെച്ചമാണ്. അതുകൊണ്ട് അവനെ അതിന്റെ ആണ് ഈ മൂരിക്കുട്ട. അതെ അതെ. നമ്മളിത് എവിടുന്നാ ഇവനെ വാങ്ങുന്നത്? ഇതിന് മേടിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചത്. മേടിക്കാൻ കാരണം എന്താ വെച്ചാൽ പശു മേടിക്കാൻ വേണ്ടി പോയി. തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ഒരു പശുവിനെ കണ്ടു, നല്ല പശുവാണ്. അപ്പോൾ അവരതിനെ കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർ പറഞ്ഞ തമിഴ്നാട്ടുകാർ പറഞ്ഞ നല്ല ഇനത്തിൽപ്പെട്ട ബീജമാണ് കുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബേസിലാണ് പശുക്കിടാവ് കിട്ടുമെന്ന് ഓർത്ത് മേടിച്ചതാണ് ഇതിനെ. ഇവിടെ വന്ന് പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ മൂരിക്കിടാവായിപ്പോയി. എന്നാലും കിടാവിനെ കണ്ടപ്പോൾ നല്ലതെന്ന് തോന്നിയിട്ട് വളർത്തി. ഏതായാലും ഉദ്ദേശിച്ചാലും സാധനം മെച്ചമായിട്ട് വളർന്നു. അപ്പോൾ അതിന് പശുക്കളുടെ കൂടെ ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവനെ നിർത്തിയിരിക്കുന്നത്. ഇത് മൂരി ഉള്ളതുകൊണ്ട് എല്ലാ പശുക്കളും സമയത്ത് ചെന പിടിക്കുന്നുണ്ട്. കാലിത്തീറ്റയും ഗോതമ്പ് തോട് ചോളത്തോടും പരുത്തി പിണ്ണാക്ക് 3 കൂട്ടാണ് കൊടുക്കുന്നത്. ഒരു ദിവസം ഇവനൊരു 10 കിലോ കൂടി കൊടുക്കും 3 നേരമായിട്ട്. പച്ചപ്പുല്ല് വൈക്കോല് ഇത് ആവശ്യത്തിന്. പച്ചപ്പുല്ലാണെങ്കിൽ ഒരു 20 കിലോ 25 കിലോ, വൈക്കോലാണെങ്കിൽ 5 മുടി വൈക്കോല് ഒരു ദിവസം കൊടുക്കും. 2 നേരം കുളിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവന് വേണ്ടി ചെയ്യുന്നത്. മൊത്തം വെയിറ്റാണെങ്കിൽ 1500 കിലോ വരും മൊത്തം വെയിറ്റ്. ഇവിടെ മറ്റൊരു അതിഥിയുള്ളത് 1.5 വയസ്സ് പ്രായമുള്ള ജാഫ്രാബാദി എരുമക്കിടാവാണ്. ഇപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇവൾക്ക് വിലയുണ്ട്. ഗുജറാത്തിലെ ഗീർ വനങ്ങൾക്ക് സമീപമുള്ള സൗരാഷ്ട്രയാണ് ജാഫ്രാബാദികളുടെ ജന്മദേശം. ആഫ്രിക്കൻ കേപ്പ് എരുമയുടെയും ഇന്ത്യൻ വാട്ടർ എരുമയുടെയും സങ്കര ഇനമായ ജാഫ്രാബാദി ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും പ്രധാന എരുമ ഇനങ്ങളിൽ ഒന്നാണ്. ജാഫ്രാബാദി എരുമകൾ ലോകത്തിൽ മൊത്തം എണ്ണത്തിൽ ഏകദേശം 25,000 ഉള്ളൂ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ബ്രസീലിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ആദ്യത്തെ എരുമ ഇനമാണ് ജാഫ്രാബാദി. ഇടുക്കി ജില്ലയിലെ വടകോടുള്ള ഒരു ഫാമിൽ നിന്നുമാണ് ജോസ് ചേട്ടൻ ഇവയെ ഈ ഫാമിൽ എത്തിക്കുന്നത്. പ്രായപൂർത്തിയാവുന്ന ഒരു ജാഫ്രാബാദി എരുമ ഏകദേശം 800-900 കിലോഗ്രാമോളം എത്തുന്നു. ഒപ്പം ദിവസേന 20 ലിറ്ററോളം പാലും ഇവയ്ക്കുണ്ട്. എരുമ ജാഫ്രാബാദി എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ തള്ളയ്ക്ക് രാവിലെ 12 ലിറ്റർ പാലുള്ള, രാവിലെ ഉച്ചയ്ക്ക് 8 ലിറ്റർ പാല്, അങ്ങനെ 20 ലിറ്റർ പാലാണ് ഒരു ദിവസം അതിൻ്റെ തള്ളയ്ക്കുള്ളത്. ആ തള്ളേനെ കണ്ടുകൊണ്ടാണ് മകളെ മേടിച്ചതാണ്. കുഴപ്പമില്ല, ഇപ്പോൾ അതിനെ കുത്തിയേപ്പിച്ച് നിർത്തിയേക്കാണ്. 2 വയസ്സ് പ്രായം കഴിഞ്ഞു. 26 മാസമായി ഇപ്പോൾ പ്രായം. ഇതിനെ വാങ്ങിയത് വടകോടുന്ന്. ജാഫ്രാബാദി എന്ന് വെച്ചാൽ നല്ല വളർച്ചയുണ്ട്, വലിപ്പത്തിലുണ്ട്, പാലളവ് കൂടുതലുണ്ട്. അതാണ് ജാഫ്രാബാദിയുടെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഇതിന് 1 ലക്ഷം രൂപ വരും. 2-2.5 ലക്ഷം രൂപ വരും ഇതിന് തള്ളക്കൊക്കെ കിട്ടും. അത്രയ്ക്ക് വലിപ്പത്തിലുള്ളതാവും. 26 മാസം. ചെറുപ്പം മുതലേ മൃഗപരിപാലനത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ജോസി ചേട്ടൻ വ്യത്യസ്ത ഇനങ്ങളിലുള്ള മൃഗങ്ങളെ പരിപാലിക്കുന്നതിലും പ്രത്യേകം താല്പര്യം കാട്ടിയിരുന്നു. ഇനിയും ഈ ഫാമിൽ നിറയെ വ്യത്യസ്ത ഇനങ്ങളിലുള്ള പശുക്കിടാങ്ങളെയും എരുമക്കിടാങ്ങളെയും പരിപാലിക്കണമെന്നാണ് ഈ കർഷകന്റെ ആഗ്രഹം. ഈ ആഴ്ചത്തെ ക്ഷീര കർഷകനെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ ഇറ്റ്സ് മീ ജോബിൻ ഗമാണി സൈനിങ് ഫ്രം മകരക്കൊയ്ത്ത്.